പണ്ടുള്ള കാലത്ത് ഈ മനുഷ്യൻ വഴിയിൽ വെള്ളം അടിച്ച് കിടക്കുമ്പോഴേ ഛർദ്ദിച്ചെല്ലാം കിടക്കുന്ന സമയത്ത് ഈ ഈ പട്ടികളൊക്കെ വന്ന് നക്കുമായിരുന്ന പറയുന്നത് കേട്ടിട്ടുള്ളൂ. ആ സംഭവം ശരിയാണോ? ആ സംഭവം ശരിയാ അല്ലേ? അപ്പോൾ ഈ നക്കി കഴിയുമ്പോൾ ഈ പട്ടി മൂത്രം ഒഴിക്കുമ്പോൾ ഈ കിടക്കുന്ന ആൾ പറയും ഇത് ഭയങ്കരമായിട്ട് പൊള്ളും മുഖത്ത് പൊള്ളുന്ന പറയും, ഇച്ചിരി തണുപ്പിച്ച് ഒഴിക്കാൻ പറയും അല്ലേ? എങ്ങനെയാ അതിൻ്റെ കാര്യം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം വെളിവില്ലല്ലോ, കിടക്കുമല്ലോ. അപ്പം പിന്നെ അന്നേരം പിന്നെ പെണ്ണുമ്പിള്ള വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക എന്നുള്ള ധാരണയില്ലേ. അപ്പം പറയും അടി ഇത് കണ്ടോളം ചൂടായിപ്പോയി, വെള്ളം പോയി എന്ന് പറയും. അങ്ങനെ വിളിച്ചു പറയും. അത് വിളിച്ചു പറയും. പിന്നെ കുറച്ച് ആൾക്കാർ അതുപോലെ റോഡിൽ കിടക്കും. റോഡിൽ അവിടെ ഇവിടെ കിടന്നിട്ട് വെച്ചാൽ വലിയ വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ചിലർ പ്രാർത്ഥിക്കും എന്ന് പറയാൻ കരയും. സ്വർഗരാജ്യത്തിൽ പോകാനായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതോ സ്വർഗരാജ്യം കാണുന്നതാണ് അന്നേരം തോന്നുമല്ലയോ? അന്നേരം തോന്നുവാണ്. അന്നേരം തോന്നുന്ന കള്ളുകൂടി കിടക്കുമല്ലേ, അപ്പൊ തോന്നും എനിക്ക് ദൈവത്തിന്റെ 2 പാട്ടാണ് പാടിയത്. അങ്ങനെയാണ് സമയമാം രഥത്തിൽ ഒരു പാട്ട് പാടുന്നത് അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയമായ രഥത്തിൽ ഒരു പാട്ട് പാടി കഴിയുമ്പം അവനെ സർവ്വസന്തോഷം അവന് വന്നിടും. അപ്പൊ ഇച്ചിരി വെളു വീഴുവാണെങ്കിൽ ഞാൻ ഇതിപ്പോഴാണ് വെളു വീണ് കഴിയുമ്പോൾ വിചാരിക്കും പെടാതെ കിടക്കുന്നതാണ്. കടുപ്പമായി പോയി, ഇത് ആവശ്യമില്ലായിരുന്നു, ഇവിടെ വന്ന് കിടക്കുന്നത് പലരും കണ്ടാലെന്ന് പറയും. അപ്പൊ പിന്നെ അത് ഒരു ബോധം വീഴുമല്ലോ. ബോധം വീഴുമ്പോഴല്ലേ ഇത് കടുപ്പമായി പോയി, വീട്ടിൽ ചെന്ന് കയറാൻ നോക്കുക, പെണ്ണുമ്പിള്ളയും വെളുക്കുക. പിന്നെ അതുപോലെ ഈ പോസ്റ്റലൊക്കെ പോസ്റ്റലൊക്കെ കെട്ടിപ്പിടിക്കുന്ന ചരിത്രമുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റലൊക്കെ കെട്ടിപ്പിടിക്കും. പോസ്റ്റൽ കെട്ടിപ്പിടിച്ച് പറയുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാണോ എന്നൊക്കെ പറയും. എന്നിട്ട് കാല് മടക്കിയ പോസ്റ്റലൊക്കെ അടിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആൾക്കാർ കാല് പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് ആൾക്കാർ ചോദിക്കുക കാലിന് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിയും പറയും അതെ ഇന്നലെ ഞാൻ ഉരുണ്ട് വീണതാ എന്ന് പറയും, മറിഞ്ഞു വീണാന്ന് പറയും ഇല്ലേ? ഈ കഴിഞ്ഞ 2 ആഴ്ചയായി ഒരുത്തിന് വിറവ് കയറിയിട്ട് വെളിവില്ലാതെ വിറവ് കയറി. വെളിവില്ലായിരുന്നു, അവന് കോടതി വെച്ച് കെട്ടാനൊന്നും അതിനുള്ള ഇതില്ല, അന്ത്യറില്ല. അവൻ വിറവ് കയറിയപ്പോൾ ഒരു കമ്പ് വന്നു ഒറ്റ അടിയായി പിടിക്കുന്നു. ചെടിയായി അവിടെ ഒരു അരേക്കറോളം അവൻ്റെ തലയുടെ ഈ ഭാഗം എല്ലാം കൂടെ പൊട്ടിയത്. കമ്പ് വല്ല അടിക്കുകയില്ല. അപ്പം ഞാൻ ചോദിച്ചേടാ നിനക്ക് എന്താ പറ്റിയത്? എന്താ പറയാനാ കൊച്ചടാ, ഞാൻ ഇന്നലെ ഒരു ദിവസം വിറവ് അവിടെ കിടന്ന് പൊട്ടത്തില്ലായിരുന്നു, ഞാനത് പൊട്ടിച്ചതാ, ആ കമ്പ് കൊണ്ട് ഒറ്റ അടി. ഞാൻ പറഞ്ഞ പെണ്ണുമ്പിള്ള തലയുടെ കമ്പ കൊല്ലം വെച്ച് നിന്റെ തലക്കടിച്ചാണ്. പെണ്ണുമ്പിള്ളേ വെച്ച് നിന്നെ അറിഞ്ഞതാ, അത് നീ എന്തെങ്കിലും പറഞ്ഞാണ് കള്ളു പിടിച്ചത് കൊച്ചിനോട്. ആ പെണ്ണ് നിന്നെ ഒരു വീക്കുക നല്ല കൊച്ചടാ. അപ്പം ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു. അപ്പം മദ്യം കഴിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, പിന്നെ അതുപോലെ വഴി വീണ് കയറിയിട്ട് ഈ മൂക്കിൽ കൂടെ ഒക്കെ ഉറുമ്പുകളൊക്കെ കയറുന്നത് ഉണ്ടാവില്ലയോ? അപ്പം ഇവർ ഈ പകലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവരെന്ത് ഡീസൻ്റായിട്ടാണ് പറയുന്നത്, ഞാൻ ഇന്നലെ 100 അടിച്ചു 200 അടിച്ചു, എന്ത് ഡീസൻ്റായിട്ടാണ് പറയുന്നത്. പണ്ടല്ലായിരുന്നു 100. പണ്ട് ഷാപ്പിൽ കച്ചവടം ഉള്ളപ്പോൾ ഒരു 150 അടിക്കുമ്പോൾ തല ഇച്ചിരി പിരിക്കും ശകലം. പിന്നെ എന്നാലും വിചാരിക്കും എന്നാൽ ഒരു 50 കൂടെ അടിക്കാം. അതാണ് ഒരു 50 കൂടെ. ഈ 50 അടിച്ച് കഴിയുമ്പോൾ പിന്നെ പ്രേട ഇതങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ, ഒരു 100 എടുത്താ. അപ്പം 200 300 അപ്പോഴായിരിക്കും ആരെങ്കിലും കൂട്ടുകാരന്മാർ വന്നിരുന്നിട്ട് നേരം കാര്യം പറയാം, എടാ എന്തോ ഉണ്ടാ അങ്ങനെ പണിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഉണ്ടാ വിചാരം എന്നൊക്കെ ചോദിച്ച് 2 പേര് കൂടി കാര്യം പറഞ്ഞിരിക്കുന്നു. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്താ കഴിച്ചടാ? 100 കുടിച്ചു. നിനക്ക് വേണോ ഇനി ചില വല്ലതും വേണോ? ലോഗ്യം ചോദിക്കുന്ന എടാ ഒരു 50 രൂപ കൊച്ചട എൻ്റെ പൈസ ഇല്ല, അല്ലെ ചേട്ടാ എൻ്റെ പൈസ ഇല്ല, നീ വാ അത് ഞാൻ കൊടുക്കാവുള്ളൂ, നീ അങ്ങാടി. അപ്പോൾ ഒരു 100 രൂപ ആയി, അപ്പം 400 ആയി. അപ്പോഴത്തേന് അവൻ്റെ ഒരു പരുവാകും, അവൻ. അപ്പോൾ ഇതുപോലെ ഡ്രമയിലൊക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യില്ലേ? ഇതുപോലത്തെ ഡ്രമയിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം ആനയുടെ കാല് ഇതുപോലൊക്കെയാണെന്നൊക്കെ പറയില്ലേ? കെട്ടിപ്പിടിച്ചിട്ട് പറയാം ആനയുടെ കാല് ഇതേലാന്ന് പറയും. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വെളിവില്ലാതായി പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇച്ചിരി ഓവറായി പോയിട്ടുണ്ടെങ്കിൽ
ഇതൊക്കെ നടക്കാൻ ഒക്കുന്നിടത്തോളം അങ്ങ് നടക്കും. നടന്നിട്ട് ചെന്ന് നമുക്ക് പരുവെന്ന് കാണുന്ന എവിടെ അത് വെച്ച് അങ്ങോട്ട് കയറി കിടക്കും. അതല്ല എനിക്ക് വീട്ടിൽ പോകാൻ ഒക്കാതെ വന്ന് പോയെങ്കിൽ മറിയുമെന്നുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മുടെ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ളവരുടെ വീടുകളിൽ കാണുന്ന കയറി ഇച്ചിരി നേരം കയറി. പിന്നെ അതുപോലെ ഈ ചില ആൾക്കാർ വെള്ളം അടിക്കട്ടെ, ചില എൻ്റെ വീടാകുമ്പോഴുണ്ട് കയറുന്നവരും ഉണ്ടാവും. അങ്ങനെ ഇല്ലേ, എൻ്റെ വീടാകുമ്പോൾ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ഒരുത്തൻ ചാടി കയറി എൻ്റെ വീടാകുമ്പോഴുണ്ട് ചാടി കയറുന്നുണ്ട്, അടിയും വാങ്ങിച്ചോട്ട് പോകുന്നുണ്ട്, അടിയും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ. അപ്പം നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം ദോഷം തന്നെയാണ്, കുടുംബം തകർക്കുന്ന രോഗം. മദ്യം വിദ്വാനും ഭൂഷണമെന്നാണ്. ഭൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ളവർ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഈ കഥകൾ എഴുതുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര യുക്തിയും കാര്യങ്ങളൊക്കെ അതുണ്ടാവും. മനസ്സിലായോ? അതല്ല മദ്യം കൊണ്ടേ എനിക്ക് പൊറുക്കാൻ ഒക്കുന്നും പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവർക്കാണെങ്കിൽ അതുകൊണ്ട് നശിച്ച് നാരണക്കല്ലാകുക. അത് എല്ലാവർക്കും ഇല്ല. അതാണ് നമ്മുടെ ഈ മുണ്ടയ്ക്കലെ കേട്ടുകാരെന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഒരു പാട്ടെഴുത്തുകാരൻ. അദ്ദേഹം മരിച്ചു പോകും. അപ്പം ഞാൻ അതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഈ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷമുണ്ട് ഗുണമുണ്ട്. അപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ദോഷമുണ്ട്. സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ശാരീരിക നഷ്ടം, ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനകത്ത് ഒരുപാട് അപാകതകൾ സംഭവിക്കും. പിന്നെ ജോലിയിൽ അപാകതകൾ സംഭവിക്കും. ജോലിയിൽ എത്ര ആൾക്കാർ ജോലിയില്ലാതായി പോയിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ച് ജോലി ഇന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികാരം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മദ്യപാനം നമുക്ക് കുടുംബത്തെ വരെ തകർക്കുന്നതാണ്, ഒരു കുടുംബം ഇല്ലാതാക്കുന്നതാണ്, ഒരു കുടുംബം വരെ ഇല്ലാതാക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരുപാട് ദോഷം തന്നെയുണ്ട്. 100% ദോഷമാണ് മദ്യപാനം കൊണ്ട്. അപ്പോൾ 100% ദോഷമാണ് മദ്യപാനം. ദോഷമാണ്, കുടുംബം തന്നെ തകർക്കും, കുടുംബം ഇല്ലാതാവും. എന്നാൽ അതുകൊണ്ട് ഉപജീവിതം നടത്തുന്നവരുണ്ട്. അല്ല, ഈ മദ്യപാനം കൊണ്ട് കുടുംബജീവിതം നടത്തുന്നവരുണ്ട്. അനേകം ആൾക്കാർ മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നവരുണ്ട്, വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരുപാട് അതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ട്. 90% കുടുംബം തകർന്നു പോവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധം ഇല്ലാതാവുന്നു, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു, ആഹാരങ്ങൾ ഇല്ലാതാവുന്നു, ആഹാരം കഴിക്കത്തില്ല. വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് ഇച്ചിരി അടിച്ചിട്ട് വന്നിട്ട് ചിലപ്പം കടയിൽ നിന്ന് അത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വലിച്ചു വാരി എറിയുന്ന പരിപാടിയുണ്ട്, ആഹാരം കഴിക്കാതെ കൊണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മദ്യം കൊണ്ട് കുറച്ച് ആൾക്കാർ, ചുരുക്കം പേര് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. അതിൻ്റെ ഇരട്ടി ആൾക്കാർ കുടുംബകലഹം, വീട്ടുകലഹങ്ങൾ മൊത്തം തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം കഴിക്കാതിരിക്കുക, മദ്യപാനം ഇല്ലാതാവുക. എന്നാൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാതിരുന്നാൽ ഈ രാജ്യത്തൊക്കെ നിർവഹിക്കും. അതൊരു കോണിക്ക് അത് നമ്മുടെ ലോകപരമായുള്ള കാര്യങ്ങൾ. ലോകത്തിൽ എവിടെ മദ്യപാനമുണ്ട്, എവിടെയുണ്ട്, അത് ലോകപരമായുള്ള കാര്യം. ഞാൻ നമ്മുടെ ഒരു അനന്തരവരെന്ന് ഫോണിക്കളെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തുവാ പരിപാടി, ഫോട്ടോ കാണാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ പടം വരെ അവിടെ നിന്നുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചത്, എല്ലായിടവും മദ്യപാനമുണ്ടോ? നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറയുന്നത് മദ്യപാനം പാടെ ഉപേക്ഷിക്കുക, കുടുംബം നന്നായി വരിക, കുടുംബം കെട്ടി വളർത്തുക. അതൊക്കെ ഉണ്ട്. ഉമ്മച്ചാട്ട വിളിക്കുന്നതന്നെ വീട്ടിൽ പോയില്ലേ?